പ്രിയമുള്ളവരെ, മുസ്തഫൽ ഫൈസിയും സമസ്തയും. ആരാണ് മുസ്തഫൽ ഫൈസി? മുസ്തഫൽ ഫൈസി എന്ന് പറഞ്ഞ ആൾ ധാരാളം കിതാബ് കണ്ട ആളാണ്. ഇന്ന് പുതിയ പ്രസ്ഥാനക്കാരോട് കേരളത്തിൽ നേരിടാൻ ശക്തമായി കഴിവുള്ള ഒരാൾ മുസ്തഫൽ ഫൈസിയാണ്. മുസ്തഫൽ ഫൈസിയെ സംബന്ധിച്ച് തിരിയണമെങ്കിൽ അദ്ദേഹം മുഹ്യിദ്ദീൻ മാലിക്ക് ഒരു പരിഭാഷ എഴുതിയിട്ടുണ്ട്. അതുമാത്രം ഒരാവർത്തി വായിച്ചാൽ മതി. വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, EK ഹസ്സൻ മുസ്ലിയാർ, നാട്ടിക വി മൂസ മുസ്ലിയാർ, ഇവരെ ഒരേ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരാൾ ഇന്ന് കേരളത്തിൽ മുസ്തഫൽ ഫൈസിയുള്ളൂ. വലിയ വിവരമുള്ള ആളാണ്. UAE മുജാഹിദീങ്ങൾ അവരുടെ കേസറ്റ് വിതരണം ചെയ്തു. മുജാഹിദീങ്ങളുടെ കേസറ്റ്. ഇതിന് ശരിയായ ഒരു മറുപടി കൊടുക്കാൻ ഒരു മാസക്കാലം മുസ്തഫൽ ഫൈസിനെ ഇവിടെ നിന്ന് ദുബായിൽ കൊണ്ടുപോയി ഒരു മാസക്കാലം മുസ്തഫൽ ഫൈസി പഠിച്ച് അവരുടെ കേസറ്റുകളൊക്കെ പഠിച്ച് അതിന് അവർക്ക് മറുപടി കൊടുത്ത ഒരാൾ മുസ്തഫൽ ഫൈസിയാണ്. പക്ഷേ സമസ്തക്കാരെന്ത് കാട്ടി? അത്രത്തോളം വിവരമുള്ള ആളെ ഞമ്മക്ക് വേണ്ട. മുസ്തഫൽ ഫൈസി എന്താണ് പറഞ്ഞത്? ആദ്യം പോയ വണ്ടി കയറാത്തവരാണ് ഇവര്. അത് യാഥാർത്ഥ്യം തന്നെയല്ലേ? വല്ല സംശയമുണ്ടോ? ജാമിയ നൂരിയ അറബിക് കോളേജിൽ നിന്ന് പുറത്താക്കിയ ഒരു പ്രസിഡന്റിനെയാണ് ഇന്ന് സമസ്തക്കുള്ളത്. മറ്റുള്ളവരെ തിരിച്ചെടുത്തപ്പോഴും ഈ പ്രസിഡന്റിനെ തിരിച്ചെടുത്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ? അതുകൊണ്ട് ആദ്യം പോയ വണ്ടി കയറിയില്ല, പിന്നെ വന്ന വണ്ടിയിലാണ് കയറിയത് എന്ന് പറഞ്ഞ ഇതിന് ഒരു തെറ്റും ഇല്ല. മനസ്സിലായോ? ഇന്നത്തെ ആ 40 മുഷാവറയിൽ ഇരിക്കുന്ന ആളുകളെക്കാൾ അതിൽ താനൂര് വീരാൻകുട്ടി മുസ്ലിയാരുടെ മകൻ മരക്കാർ മുസ്ലിയാർ മാത്രമായിരുന്നു നല്ലോം കിതാബ് തിരിയുന്ന ഒരാൾ. പക്ഷേ എന്നാലും അവർക്കും അയാൾ വഫാത്തായിപ്പോയി. അവർക്കും മുസ്തഫൽ ഫൈസിയുടെ ആ കഴിവ് കിതാബിൽ ഇല്ല എന്ന് മാത്രമല്ല, ഹിക്മത്തിൻ്റെ ഇൽമും കുറവാണ്. ഇന്നത്തെ 40 മുഷാവറാംഗങ്ങൾക്കും ഞാൻ വെല്ലുവിളിക്കുന്നു. പക്ഷേ മുസ്തഫൽ ഫൈസിനെ ഇവരീ പറഞ്ഞ രീതിയിൽ തന്നെ അയാളുടെ മറുപടി കിട്ടിക്കൊള്ളണം എന്നില്ല. അയാൾക്കിപ്പോൾ അങ്ങനെ ഒരു സമസ്തയിൽ ഇങ്ങനെ വന്നോണം എന്നില്ല. വേണ്ടി വന്നാൽ സമസ്ത ഒന്ന് ഉണ്ടാവാം അതിൻ്റെ സമയത്ത്.